വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 8-ാം വാരം വ്യാഴം. ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യുവാനുള്ള സുവിശേഷ ഭാഗം മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്നത് അന്ധനായ യാചകനായ ബർത്തമ്യോസിനെ യേശു സുഖപ്പെടുത്തുന്നതാണ്. വഴിവക്കിൽ യാചിച്ചു കൊണ്ടിരിക്കുന്നവർ ജനങ്ങളുടെ കാരുണ്യത്തിനായി അവരുടെ ശ്രദ്ധ ലഭിക്കുവാനായി എന്നിൽ കനിയണമേ എന്ന് പതിവായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. പലപ്പോഴും കേൾക്കുന്ന പലർക്കും ഇത് അരോചകമായി തോന്നാം. അതുകൊണ്ടാണ് പലരും അവനോട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞത്. പക്ഷേ ഇത്തവണത്തെ അവന്റെ നിലവിളിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ടായിരുന്നു. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നുകൂടി അവൻ കൂട്ടിച്ചേർത്തു. കേൾക്കേണ്ടവൻ കേട്ടു, അവന് കിട്ടേണ്ടത് കിട്ടി, അവൻ ആവശ്യമായത് അവൻ നേടിയെടുത്തു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. നഷ്ടപ്പെട്ട കാഴ്ച വീണ്ടുകിട്ടാനുള്ള ആഗ്രഹം. മുൻപ് ഇവന് കാഴ്ച ഉണ്ടായിരുന്നിരിക്കണം. ജീവിതയാത്രാ മധ്യേ നഷ്ടപ്പെട്ടതാണിത്. അതുകൊണ്ടാണ് എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം എന്ന് പ്രാർത്ഥിക്കുക. അന്ധതയാണ് അവനെ വഴിവക്കിലേക്ക് ഇറങ്ങിയത്. കാഴ്ച നഷ്ടപ്പെട്ടതോടെ അവനുണ്ടായിരുന്ന സർവ്വതും നഷ്ടമായി. സ്വന്തമായി അധ്വാനിച്ച് അപ്പം ഭക്ഷിച്ചവനിതാ അന്യരുടെ കാരുണ്യത്തിനായി നിലവിളിക്കുന്നു. ജനത്തിന് ശല്യമാണവൻ. കാരണം യാത്രാമധ്യേ അവന്റെ നിലവിളി അവർക്ക് അരോചകമാണ്. എന്നാൽ അവൻ ആവശ്യമുള്ളത് അവൻ നേടിയെടുക്കുക തന്നെ ചെയ്തു. അവൻ നിശബ്ദനായിരുന്നില്ല എന്നതാണ് അവന്റെ ഏറ്റവും വലിയ ഗുണം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാൻ, ദൈവത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ എന്തുമാത്രം നാം പരിശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം നാം ഇനിയും പരിശ്രമിക്കേണ്ടതുണ്ട്. കടന്നുപോകുന്ന കർത്താവിനെ പിടിച്ചു നിർത്തി സൗഖ്യാനുഭവം സ്വന്തമാക്കാൻ എനിക്കിനിയും കഴിഞ്ഞിട്ടുണ്ടോ? എന്നാൽ ആ അന്ധനോട് നിശബ്ദനായിരിക്കാൻ ആവശ്യപ്പെടുന്നത് യേശുവിന്റെ കൂടെ സഞ്ചരിക്കുന്നവരാണ് എന്നത് ചിന്തനീയമാണ്. അവിടുത്തെ സ്പർശിച്ച് തൊട്ടുരുമി നടക്കുന്നവർ. ദരിദ്രരുടെ നിലവിളി ഇന്നും സമ്പന്നരുടെ സ്വയം കെടുത്തുന്നതാണ്. സഹോദരങ്ങളുടെ നിലവിളി എന്റെ മനം കവരുന്നില്ലെങ്കിൽ, അതിൽ അസ്വസ്ഥനാകുന്നില്ലെങ്കിൽ ഞാൻ അറിയണം ഇനിയും ഞാൻ ഗുരുവിന്റെ വഴിയല്ല സഞ്ചരിക്കുന്നതെന്ന്. ഞാനിപ്പോഴും അന്ധതയിലാണ്, ദാരിദ്ര്യത്തിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.